എടാ ആപ്പിളെ നീ എനിക്ക് സ്കൂളിൽ നിന്ന് അടി കിട്ടി. അതെന്തിനാണ് ഞാൻ അടി കിട്ടിയത്? നീ മിണ്ടരുത്. നീ ഐസക് ന്യൂട്ടന്റെ തല വീണ കാരണമാണ് എനിക്ക് ഇത്ര മാത്രം പഠിക്കാനുള്ളത്. എടാ കള്ള ആപ്പിളെ നീന്നെ ഞാൻ ശരിയാക്കിടാ. എടാ ഞാൻ നീ എന്തിനാണ് ആപ്പിളുകൾ ഇങ്ങനെ തല്ലണത്? ആപ്പിളുകൾ എനിക്ക് സ്കൂളിൽ നിന്ന് ഒത്തിരി അടി കിട്ടി. എന്താണ് ഞാന് നീ ഒന്നും പഠിക്കാൻ പോയിട്ടില്ലേ? ഈ ആപ്പിൾ കാരനാണ് ഈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായത്. ഐസക് ന്യൂട്ടന്റെ തലേക്ക് വീണോണ്ടാണ് നമുക്ക് ഇത്ര മാത്രം പഠിക്കാനുള്ള ടോയ്സ്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ ഡിഷ്കുന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലണത്. അയ്യ ടോയ്സ് നിന്റെ കയ്യിൽ എന്താണ്? ഈ കമ്പ് വെച്ചിട്ടാണ് നീ ആപ്പിളൊക്കെ തല്ലിക്കൊല്ലാൻ പോണത്. ഞാൻ എന്റെ ഇപ്പൊ സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. എന്റെ കണ്ട ടോയ്സ് എന്റെ വലിയ വാളാണ്. അല്ല ഞാൻ അപ്പൊ നിനക്ക് ഈ വാളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? അത് വെച്ച് നമ്മുടെ ഇവിടെ കുറെ ആപ്പിൾ ഉണ്ട്. കണ്ടോ, ഇതൊരു വലിയ ഐലൻഡ് ആണ്. ഇവിടെ ആപ്പിളും അതേപോലെ തന്നെ കുറെ സംഭവങ്ങളുണ്ട്. കണ്ടിട്ടോ അവിടെ വലിയ ബീ കണ്ടു ഞാനേ. അതിനൊക്കെ നമ്മൾ അടിച്ചടിച്ച് തോപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ വാളുകളൊക്കെ കിട്ടും. കണ്ടോ? അങ്ങനെയാണല്ലോ ഞാനേ. അതിട്ടോ അങ്ങനെയാണ്. നീ വേഗം പോയി ആപ്പിളിനൊക്കെ അടിച്ചോ. അങ്ങനെയാണ് നമുക്ക് നല്ല നല്ല ചൂടുകൾ കിട്ടും. ഗൈസ് അപ്പൊ നമുക്ക് ഇവിടെയുള്ള ആപ്പിളുകളൊക്കെ ഒന്ന് അടിച്ചു നോക്കാം. കണ്ടോ, ഒരു ആപ്പിൾ മുറിച്ചപ്പോ നമുക്ക് ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആപ്പിൾ മുറിച്ചാൽ നമുക്ക് ഒരു കോയിനാണ് കിട്ടണത്. കണ്ടോ ഗൈസ്, അപ്പൊ നമുക്ക് ഒരു സോഡ് കിട്ടി. അപ്പൊ കണ്ട ഗൈസ് ഇവിടെ കുറെ സോഡുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് വുഡൻ സോഡാണ് കിട്ടിയത്. അപ്പൊ നമുക്കുള്ള ഗൈസ് ലെവലപ്പ് ആവും തോറും നമുക്ക് ഇങ്ങനെ വെറൈറ്റി സോഡുകളൊക്കെ കിട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആപ്പിൾ ഒന്ന് മുറിച്ചു നോക്കട്ടെ. അപ്പൊ നമുക്ക് എത്ര കോയിൻ കിട്ടും നോക്കാം. ഇതുള്ള ഗൈസ് ഇത് ഗോൾഡൻ ആപ്പിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ ഗൈസ് നമുക്ക് 2 കോയിൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആപ്പിൾ അതേപോലെ കുറെ സംഭവങ്ങളുണ്ട്. കണ്ടോ? ശരിയാണ്, ഇവിടെ കുറെ മഷ്റൂമുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് പുതിയ പെറ്റിനെ കിട്ടി. കണ്ടോ? നിനക്ക് ഈ ബീനെ കിട്ടിയല്ലേ? അത് ബീനെ കിട്ടി. ഈ ബീ ഉണ്ടല്ലോ എനിക്ക് കുറെ കോയിന് സംഭവമൊക്കെ തരും. കൊള്ളാലോ. അതെ. അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ നിന്നാണ് പെറ്റുകൾ മേടിക്കേണ്ടത്. കണ്ടോ? അപ്പൊ നമുക്ക് ബേസിക് എഗ് മേടിക്കാനായിട്ട് ഏകദേശം 10 കോയിൻ മതി. അപ്പൊ ഞാനുള്ള ഗൈസ് വേഗം ഒരു 10 കോയിൻ ഉണ്ടാക്കട്ടെ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മള് ലെവൽ 3 ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. 3 ആയി കഴിഞ്ഞാലുള്ള ഗൈസ് നമുക്ക് ഷിൻചാനിലുള്ള സോഡ് കിട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോ നല്ല സോഡ് കിട്ടും. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ ലെവൽ 3 ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കണ സോഡ് കണ്ട ഗൈസ്, ഷിൻചാനിലുള്ള സോഡ് ആയിട്ടുണ്ട്. ഇതാണ് നിന്റെ സോഡ്. എന്റെ സോഡോ? എന്റെ സോഡ് ഇതായിട്ട് കണ്ടോ? ഞാനിപ്പോ ലെവൽ 5 ആയി. നീ ഇത്ര പെട്ടെന്ന് ലെവൽ 5 ആയോ? അതെ. അവിടെ മെഷൂമുകൾ കണ്ടോ? അവരെ കൊല്ലാണെങ്കിൽ നമുക്ക് കുറേയധികം ലെവൽ കിട്ടും. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് അടുത്തത് ആ കുഞ്ഞ മെഷൂം കണ്ട ഗൈസ്, അവന്മാരെ നമുക്ക് അടിച്ചിടേണ്ടത്. അപ്പൊ അതിനുമ്പ് ഗൈസ് നമുക്ക് ഇവിടുന്ന് ഒരു എഗ് മേടിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഞാനുള്ള ഗൈസ് ഒരു 10 കോയിൻ കൊടുത്ത ഒരു എഗ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇത് കിട്ടും നോക്കട്ടെ ഗൈസ്. ഗൈസ് നമുക്കൊരു ഫോക്സിന് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് നമുക്കൊരു ഫോക്സിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ റിവാർഡ് ആയിട്ട് ഒരു 20 കോയിൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് 3 മോൺസ്റ്റേഴ്സിന് കിൽ ചെയ്യണമെങ്കിൽ നമുക്ക് 20 ജെമ്മ് കിട്ടും. അതേപോലെ കണ്ടോ ഗൈസ് നമുക്ക് ഇവിടെ റിവാർഡ് ആയിട്ട് കുറേ നമ്മൾ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു OP പെറ്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേതാണ് പെറ്റ് നോക്കട്ടെ ഗൈസ്. ഗൈസ് അപ്പൊ ഇതാണ് ഷിൻചാന് കിട്ടി ബി. അപ്പൊ ഇപ്പൊ നമ്മുടെ ടോട്ടല് 2 പെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവന്മാരെ കൊന്നേക്കാം. ഇവന്മാരെ ഹെൽത്ത് കണ്ട ഗൈസ് 150 ആണ്. പക്ഷെ അതൊന്നും നമുക്ക് വിഷയമില്ല. നമ്മൾ എന്തായാലും ഇവരൊക്കെ ഡിഫീറ്റ് ചെയ്ത് നമ്മളെ അവസാനത്തെ ബോസ് ഉള്ള ഗൈസ് അവനെ കൊല്ലണതായിരിക്കും. ഗൈസ് നമുക്ക് ഷിൻചാനുള്ള സോഡ് കിട്ടി. ഗൈസ് ഷിൻച കള്ളം പറയാന്ന് എനിക്ക് തോന്നുന്നത്. അവൻ ലെവൽ 5 ആയി എന്നല്ല പറഞ്ഞേ, ലെവൽ 4ലാണ് നമുക്ക് ഈ സോഡ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം, ഇവന്മാരെ മൊത്തം ഡിഫീറ്റ് ചെയ്തിട്ട് വേഗം തന്നെ ലെവൽ 8 ആക്കണം. എന്നാലാണ് നമുക്ക് പുതിയ വേൾഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ലെറ്റ്സ് ഗോ. കണ്ടു ഗൈസ് ഇപ്പൊ നമ്മുടെ 86 കോയിൻ ആയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് ആ മീഡിയം എഗ് മേടിക്കാൻ പറ്റും നോക്കട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും 2 മീഡിയം എഗ് മേടിച്ചേക്കാം. ഇനി നമുക്ക് ഏത് കിട്ടും നോക്കാം. ഓക്കെ ഗൈസ് 29% ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം തുറന്നു നോക്കട്ടെ ഗൈസ്. നമുക്ക് നല്ല പെറ്റിനെ കിട്ടുന്ന എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് ഒരു വെറൈറ്റി പെറ്റിനെ കിട്ടിയിട്ടുണ്ട്. ഇവൻ അത്യാവശ്യം സെറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അയ്യ ഗൈസ് ഇവൻ നമുക്ക് 3 വെച്ച് തരുള്ളൂ. പക്ഷെ ഞാൻ എന്തായാലും എക്ക് ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇനി നമുക്ക് ഇവന്മാരെയാണ് ഡിഫീറ്റ് ചെയ്യാനുള്ളത്. ഇവന്മാരെ ലെവൽ 300 ആണ്. പക്ഷെ നമ്മളുള്ള ഗൈസ് ഒറ്റ വെട്ടിന് തന്നെ ഇവന്മാരൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ലെവൽ 5 ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് അങ്ങനെ നമ്മള് ലെവൽ 5 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയ സോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് 2 സോഡും കൂടിയാണ് കിട്ടാനുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് 2 പോട്ടെ ഗൈസ്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ ആയിട്ട് കുറച്ച് മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവന്മാരെ നമുക്കൊന്ന് ഡിഫീറ്റ് ചെയ്ത് നോക്കാം. ചവട കണ്ടു ഗൈസ് ഇപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റ വെട്ടിൽ തന്നെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. മരങ്ങളെ ഡിഫീറ്റ് ചെയ്ത് നടക്കണോ? എന്താണ് ഞാൻ കളിയാക്കണത്? ഞാൻ കണ്ടു, ഞാൻ ഈ മഷ്റൂമിനൊക്കെയാണ് കൊന്നോണ്ടിരിക്കണത്. എനിക്കൊരു ആംഗ്രി ബേർഡ് പെറ്റിന് കിട്ടി.
എവിടെ ചിഞ്ഞാനെ ടോയ്സ് കണ്ടൊരു കറുത്ത പെറ്റ്. ശരിയാണ്, ഇത് ആംഗ്രി ബേർഡ്സിലുള്ള പെറ്റല്ലേ? അതെ ടോയ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. എന്നാ പറ ടോയ്സ്, ഞാൻ കുറച്ച് ലെവലപ്പ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കുള്ള ഗൈസ് മെഷ്റൂമിനെ ഒന്ന് അടിച്ചു നോക്കാം. ഗൈസ് ഇത് ഇത്തിരി പ്രശ്നമാണ്, ഇവന് നല്ല ഹെൽത്ത് ആണ്. ഗൈസ് നമുക്ക് പുതിയ സോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ്, ഇനി നമുക്ക് ഇവന്മാരൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത്. ലേസ് ഗോ ഗൈസ്, കണ്ടോ ഗൈസ് നമുക്ക് 10 ഡയമണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞാൻ അവിടെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ആ കോയിൻ അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചേക്കാം. പിന്നെ ഗൈസ് ടോയ്സിന്റെ ചാനലിലും സബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ് ചെയ്ത് ഗൈസ്. ഗൈസ് അപ്പൊ ഇവിടെ മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഹെൽത്ത് കണ്ട ഗൈസ് 4.5 ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവന്മാരെ ഡിഫീറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ ഗൈസ്, ഇവന്മാര് നമ്മളെ തിരിച്ചറ്റാക്കിയുണ്ട്. ഊനോ, അപ്പൊ നമുക്കുള്ള ഗൈസ് ഇവന്മാരെ എന്തായാലും ഡിഫീറ്റ് ചെയ്തേ പറ്റൂ. കണ്ടോ ഗൈസ്, ഇവന്മാരെ ഡിഫീറ്റ് ചെയ്യുമ്പോ നമുക്ക് 40 കോയിൻ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് പുതിയ പെറ്റിന് പോയി മേടിക്കട്ടെ. ഓക്കെ ലേറ്റ്സ് ഗോ. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ 15 ജെം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 10% ഡാമേജ് കൂടുതൽ കിട്ടും. അപ്പൊ ഞാൻ എന്തായാലും ഗൈസ് അതും കൂടി അങ്ങോട്ട് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ എഗ് മേടിച്ചേക്കാം. ഈ എഗ് നമുക്ക് 2 മേടിക്കാൻ പറ്റും. അപ്പൊ ഞാനുള്ള ഗൈസ് 150 എഗ് അങ്ങനെ 2 മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്കൊരു റാക്കൂൺ ഡോഗിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരു പ്രാവശ്യം തുറന്നു നോക്കാം. ഇതിന് കിട്ടും. ഗൈസ് വീണ്ടും നമുക്ക് റാക്കൂണിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇവന്മാരെ എക്യൂപ്പ് ചെയ്യാൻ പോകണ്ട ഗൈസ്, എക്യൂപ്പ് ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ്, ഇനി നമുക്ക് ആ വലിയ ബീ കണ്ടോ ഗൈസ്, അവനാണ് ഡിഫീറ്റ് ചെയ്യാനുള്ളത്. ടോയ്സ് അത് പറ്റില്ല, എനിക്ക് തന്നെ പറ്റില്ല, എന്നിട്ടാണ് നിനക്ക് പറ്റണത്. ഒന്ന് പോയി അടച്ച് ഞാനവനെ ഡിഫീറ്റ് ചെയ്യാൻ പോവാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇവൻ എന്തായാലും ഡിഫീറ്റ് ചെയ്യാം. ഒന്ന് പോയി ടോയ്സ് അവിടുന്ന്. ഇല്ലടച്ച് ഞാനവനെ കൊല്ലും. ഇല്ല ടോയ്സ്, ഞാൻ കണ്ടു. ഞാൻ അവനെ കൊന്നു. പക്ഷെ ഗൈസ് അവൻ ഒന്നും കൂടി സ്പോൺ ആയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് അവനെ കൊല്ലട്ടെ ഗൈസ്, നമുക്ക് അവനെ കൊല്ലാം. ഗൈസ് ഇവൻ നമ്മൾ തിരിച്ചറ്റാക്കിണ്ട്. ഗൈസ് നമ്മൾ ഇപ്പൊ ഡെഡ് ആവുന്ന എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ്, അവനെ നമ്മൾ അങ്ങനെ കൊന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളുള്ള ഗൈസ് ലെവൽ 7 ആയിട്ടുണ്ട്. അപ്പൊ ഇവനെ കൊല്ലാണെങ്കിൽ ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ ലെവൽ കയറുന്ന എനിക്ക് തോന്നുന്നത്. ചാവട. അപ്പൊ ഞാനുള്ള ഗൈസ് ഇവനെ ഒന്ന് കൊന്നിട്ട് ലെവൽ 8 ആക്കട്ടെ, എന്നാലും നമുക്ക് പുതിയ വേൾഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ലെവൽ 8 ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് പുതിയ വേൾഡിലോട്ട് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. നീ എപ്പ ഇങ്ങോട്ട് വന്നു? ഞാനൊക്കെ നിന്നെ നോക്കി ഞാൻ ഇവിടെ ഇരിക്കായിരുന്നു. എന്താണ് ചിഞ്ഞാനെ? ഇവിടെ ഒരു വലിയൊരു മോൺസ്റ്റർ ഉണ്ട്. എവിടെ? ദാ നോക്ക് ടോയ്സ്. ഗൈസ് കണ്ടു ഗൈസ്, അവിടെ ആയിട്ടൊരു വലിയൊരു കുറുക്കൻ നിക്കണുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ കണ്ട ഗൈസ് ഗോബ്ലിൻസ് ഒക്കെ. അപ്പൊ അവന്മാരൊക്കെ നമുക്ക് ഡിഫീറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ പറഞ്ഞ സത്യാണ്, നമുക്ക് വലിയ വലിയ സോഡുകളൊക്കെ വേണം. അപ്പൊ നമുക്കുള്ള ഗൈസ് ആദ്യം തന്നെ ഇവന്മാരാണ് ഡിഫീറ്റ് ചെയ്യേണ്ടത്. ഇവന്മാരാണ് ഗൈസ് വേൾഡ് 2 ഏറ്റവും കുറവ് ലെവലുള്ളത്. അപ്പൊ നമുക്ക് ഇവന്മാരാണ് ആദ്യം ഡിഫീറ്റ് ചെയ്യേണ്ടത്. ഇവരെ ഹെൽത്ത് ഒക്കെ കണ്ട ഗൈസ് 56k ആണ്. അപ്പൊ എനിക്ക് തോന്നുന്ന ഗൈസ് ഇവന്റെ ഹെൽത്ത് നല്ല ഹെൽത്ത് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനുള്ള ഗൈസ് ഇവന്മാരൊക്കെ ഒന്ന് ഡിഫീറ്റ് ചെയ്തിട്ട് നല്ല പൈസ ഉണ്ടാക്കട്ടെ ഗൈസ്, അന്നേരം നമുക്ക് പുതിയ പെറ്റുകളൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗൈസ് ഇവിടെ ആയിട്ട് കണ്ടോ 100 ജെം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 10% XP കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇത് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കുള്ള ഗൈസ് ഒരു 2 എഗ്ഗും കൂടി തുറന്നേക്കാം. ഗൈസ് ഇവിടുത്തെ എഗ്ഗിനൊക്കെ നല്ല പൈസയാണ്. കണ്ടോ 2.5k 15k ഒക്കെയാണ് ഗൈസ്. അപ്പൊ നമുക്കുള്ള ഗൈസ് നല്ല പൈസ വേണം, എന്നാലും നമുക്ക് എഗ്ഗ് ഒക്കെ മേടിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു പുതിയൊരു സോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സോഡ് അത്യാവശ്യം കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇനിയും നമുക്കുള്ള ഗൈസ് ഇവിടെ ഒരു 5 സോഡ് കൂടി അൺലോക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് അൺലോക്ക് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവന്മാരൊന്ന് ഡിഫീറ്റ് ചെയ്ത് നോക്കാം. ഇല്ല ഗൈസ് ഇവന്മാർക്ക് നല്ല ഹെൽത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്കൊക്കെ ഇവന്മാരെ ഭയങ്കര ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂടാ ഗൈസ്. അത്രോളൂ ചാവട ഗൈസ് അവനെ നമ്മൾ അങ്ങനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് കണ്ടു ഗൈസ്, ഇവനെ കൊന്നപ്പോ നമുക്ക് $617 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒരേക്ക് അങ്ങനെ മേടിക്കാൻ പോവാണ്. ഇതിൽ നമുക്ക് ഏത് കിട്ടി ഗൈസ്? വല്ല നല്ല പെറ്റിനെ കിട്ടിയാൽ മതിയായിരുന്നു. ഗൈസ് നമുക്ക് ഇവനെ കിട്ടിയിട്ടുണ്ട്. ഇവൻ അത്യാവശ്യം സെറ്റാന്ന് എനിക്ക് തോന്നിട്ടാ ഗൈസ്. അപ്പൊ ഇവൻ നമുക്ക് 7.5 വെച്ച് തരും. ഓക്കെ, അപ്പൊ നമുക്കുള്ള ഗൈസ് ഒരു 2 പ്രാവശ്യം കൂടിയും ഈ എഗ് തുറക്കണം, എന്നാലാണ് നമുക്ക് വേഗം തന്നെ വേൾഡ് 3 പോകാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പൊ നമ്മള് ലെവൽ 11 ആയിട്ടുണ്ട്. അപ്പൊ നമ്മളോട് അവിടേക്ക് പോകാനാണ് പറഞ്ഞേക്കണത്. ഇപ്പൊ വരാം. ഓക്കെ, ലേറ്റ്സ് ഗോ. അങ്ങനെ നമ്മള് ഗൈസ് കണ്ടു ഇതാണ് വില്ലൻ. അപ്പൊ നമുക്ക് അവന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയാലോ ഗൈസ്. ഓക്കെ, ലേറ്റ്സ് ഗോ. കണ്ടു ഗൈസ് ഇവന്റെ ഹെൽത്ത് നോക്കിയേ 6.75 മില്യൺ ആണ്. അപ്പൊ അവനും നമുക്ക് ഇപ്പൊ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇവന്മാരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ്, അവന്മാര് ഭയങ്കര ഡേഞ്ചർ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ഞാൻ ഗൈസ് ഇവിടെ റീബർത്ത് ആണ് പറഞ്ഞിരിക്കണത്. അപ്പൊ നമുക്ക് റീബർത്ത് ചെയ്യണോ ഗൈസ്? റീബർത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഡാമേജ് ബൂസ്റ്റ് × 1.5 കിട്ടും. അതേപോലെ XP ബൂസ്റ്റ് × 2 കിട്ടും. ഓക്കെ, അപ്പൊ റീബർത്ത് ചെയ്യണം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും റീബർത്ത് ചെയ്യാൻ പോവാണ്. എന്താണ് ചെയ്യാനേ? സത്യാണ് നീ പറഞ്ഞ ടോയ്സ്. റീബർത്ത് ചെയ്യണേ നമുക്ക് പെട്ടെന്ന് ലെവൽ കയറും. ആടെ ഞാൻ പറ്റും. എന്നാ ഞാൻ റീബർത്ത് ചെയ്ത് ടോയ്സ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കൊന്ന് റീബർത്ത് ചെയ്തേക്കാം. ലെറ്റ്സ് ഗോ.
ടോയ്സ് ടോയ്സ് വേഗം. ഓ ഗൈസ് കണ്ടോ ഗൈസ് നമുക്ക് എന്തിനു പെട്ടെന്നാണ് ലെവൽ കയറുന്നത് നോക്കിയേ. ലെറ്റ്സ് ഗോ. കണ്ടോ ഗൈസ് ഇപ്പൊ നമ്മള് ലെവൽ 3 ആയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മള് വേൾഡ് 2 എത്തുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഗൈസ് വേഗം തന്നെ ലെവൽ 8 ആക്കട്ടെ. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ബീനെ കൊല്ലാൻ പോവാം. ഓക്കെ അപ്പൊ ഇപ്പൊ നമുക്ക് ഡാമേജ് 1.5 കിട്ടണം. നമുക്ക് ഈ ബീനൊക്കെ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മള് ലെവൽ 8 ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേൾഡ് 2 പോയിക്കാം. കണ്ടോ ഗൈസ് ഇപ്പൊ എന്തിനു പെട്ടെന്നാണ് നമ്മൾ വേൾഡ് 2 എത്തിയത്. അപ്പൊ റീബർത്ത് ആണെങ്കിൽ ഗൈസ് നമുക്ക് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഗൈസ് $7.97K ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു 2 egg കൂടി മേടിക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ഏത് കിട്ടും നോക്കാം. ഓ ഗൈസ് നമുക്ക് നേരത്തെ കിട്ടിയത് തന്നെയാണ് വീണ്ടും കിട്ടിയത്. അപ്പൊ നമുക്ക് 2 പ്രാവശ്യം ഒന്ന് തുറന്നു നോക്കട്ടെ ഗൈസ്. നമുക്ക് വല്ല റയർ കിട്ടിയാലോ. ഓക്കെ അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് വേറെ പെറ്റിനാണ് കിട്ടിക്കുന്നത്. പക്ഷെ അവൻ കാര്യാട്ടാ ഗൈസ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് കറക്കി വെക്കാം. ഊനു ഗൈസ് നമുക്ക് വീണ്ടും അവന് തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ 15K egg ആണ് തുറക്കേണ്ടത്. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ പോയിട്ട് നല്ല പെറ്റുകൾ നെക്കിപ്പേട്ടെ. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റ് വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ ഇവിടെ നമുക്ക് ഏത് ജെമ്മാന്ന് കിട്ടാൻ നോക്കട്ടെ ഗൈസ്. ഏത് കിട്ടും. ഓ ഗൈസ് നമുക്ക് ഒരു 40% ഒരു ജെമ്മാണ് കിട്ടിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഡാമേജ് 25%, അതുപോലെ XP 20% കൂട്ടും. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇത് എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൺ ടൈം നമുക്ക് 3 ജെമ്മ് വരെ എക്യൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ ലെറ്റ്സ് ഗോ. പിന്നെ എന്താണ് ഗൈസ് SP പോഷൻ. ഇത് നമുക്ക് ഇപ്പൊ യൂസ് ചെയ്യണ്ട ഗൈസ്. നമുക്ക് ആവശ്യമുള്ളപ്പോ യൂസ് ചെയ്യാം, അതാണ് നല്ലത്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഗിഫ്റ്റുകളും കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ മരം ഡിഫീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ലെവൽ 10 ആയിട്ടുണ്ട്. അപ്പൊ അടുത്തുള്ള ഗൈസ് അടുത്ത് നമുക്ക് ഈ പരുന്തുമുട്ടന്മാരാണ് ഡിഫീറ്റ് ചെയ്യാനുള്ളത്. അത് ടോയ്സ് നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ആ പരുന്തുകളെ എങ്ങനെയെങ്കിലും ഡിഫീറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ആ വലിയ കുറുക്കനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ ഗൈസ് ചിഞ്ചാൻ പറഞ്ഞത് വളരെ ശരിയാണ്. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ +1 ലക്ക്. ഓക്കെ 50 ജെമ്മ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലക്ക് കിട്ടും. ഓക്കെ അപ്പൊ അത് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവനും കൂടി ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെവൽ 12 ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഏത് സോഡാണ് കിട്ടാൻ നോക്കട്ടെ. ഓ ഗൈസ് കണ്ടു ഗൈസ് നമുക്ക് വെറൈറ്റി സോഡുകളൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്ക് വെറും 3 സോഡും കൂടി അല്ല ഗൈസ് 2 സോഡും കൂടി കിട്ടിയാൽ മതി. അങ്ങനെയാണ് നമുക്ക് വേൾഡ് 3 പോകാൻ പറ്റും ഗൈസ്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവന്മാരെ കൊല്ലാൻ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവന്മാര് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് ഇവന്മാര് തിരിച്ച് നല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കുള്ള ഗൈസ് ഇവന്മാരൊക്കെ ഭയങ്കര ഈസിയായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ ഗൈസ് അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മുടെ $19K ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം പോയിട്ട് ആ 15K എഗ് മേടിക്കട്ടെ. ഏത് കിട്ടും. ഓക്കെ അപ്പൊ നമുക്കൊരു അൺകോമൺ പെറ്റ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല ഗൈസ് ഇപ്പൊ തൽക്കാലം ഇവ മതി. നമുക്ക് 11 വെച്ചല്ലോ. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും കുറച്ചും കൂടി പരുന്തുകൾ ഡിഫീറ്റ് ചെയ്തിട്ട് ഒരു എഗ്ഗും കൂടി മേടിക്കാൻ പറ്റും നോക്കട്ടെ. ഗൈസ് അങ്ങനെ നമ്മള് ലെവൽ 14 ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇനി നമുക്ക് ഇവനെ ഡിഫീറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഗൈസ് ഞാനൊരു എഗ്ഗ് മേടിക്കട്ടെ. 79K നമുക്കൊരു എഗ്ഗ് മേടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ 83K കോയിൻ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം പോയിട്ടുള്ള ഗൈസ് ആ വലിയ എഗ്ഗ് മേടിക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് വേൾഡ് 3 പോവാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇതിൽ നമുക്ക് ഏത് കിട്ടും. ഓക്കെ നമുക്കൊരു വെറൈറ്റി പെറ്റിനെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇവ നമുക്ക് 14 വെച്ച് തരും. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്തായാലും ഗൈസ് വലിയ കുറുക്കനെ ഡിഫീറ്റ് ചെയ്യാൻ പോണേ. സത്യാണത്. എന്താണ് ഞാനേ വലിയ കുറുക്കനെ കൊല്ലാൻ പോവാ. അതാണ് ഞാൻ കൊല്ലാൻ പോവാ. അവൻ ഭയങ്കര ഡേഞ്ചറാണ് ടോയ്സ്. നോക്കി പോണം. എനിക്ക് അറിയാടാ ഞാനേ. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇവനൊന്ന് ഡിഫീറ്റ് ചെയ്ത് നോക്കാം. ചാവട ഗൈസ് ഇവൻ നല്ല കുഴപ്പക്കാരാണ്. പക്ഷെ നമുക്കുള്ള ഗൈസ് ഇങ്ങനെ ബുദ്ധിട്ട് കളിക്കണം. കണ്ടോ ഗൈസ് ഇവനൊക്കെ നമ്മൾ ഭയങ്കര ഈസിയായിട്ട് ഡിഫീറ്റ് ചെയ്യും. ഭയങ്കര ബുദ്ധിയാണല്ലേ. എന്താണ് ഞാൻ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. അത് ടോയ്സ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു നീ ഒരു പൊട്ടനെന്നുള്ളതാണ്. ഞാൻ നിനക്ക് കുറച്ചാളായിട്ട് കൂടുന്നുണ്ട്. ഓക്കെ ഗൈസ് അവന്റെ ഹെൽത്ത് അങ്ങനെ 3.59 മില്യൺ ആയിട്ടുണ്ട്. അപ്പൊ അവനെ ഡിഫീറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നട്ടെ ഗൈസ്. അല്ല ഗൈസ് നമുക്ക് ഇവന്റെ ഒരു അടി കിട്ടി നമ്മുടെ HP എത്ര വെച്ച് പോകും ഞാൻ നോക്കി നോക്കട്ടെ ഗൈസ്. ഗൈസ് അത്ര അധികം ഒന്നും പോണില്ല. കുറച്ചാണ് നമ്മുടെ ഹെൽത്ത് പോണുള്ളൂ. അപ്പൊ ഇവനൊക്കെ നമുക്ക് ഭയങ്കര ഈസിയായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗോ ഗൈസ്. അവനെ നമ്മൾ അങ്ങനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 25K കോയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇവനെ 2 പ്രാവശ്യം ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ലെവൽ 15 ആവും. അപ്പൊ നമുക്ക് പുതിയ വേൾഡിലോട്ട് പോട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ ലെവൽ 15 ആയിട്ടുണ്ട്. കണ്ടു ഗൈസ് നമുക്കൊരു കിടിലൻ സോഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടു. ഞാൻ നീ എന്താണ് കേട്ടത്. നീ എന്തിനാണ് അവന് തലേ കയറിക്കണത്. അത് ടോയ്സ് എന്റെ പുതിയ ഐഡിയ ആണ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാ ഇവന്റെ അടിയൊന്നും നമുക്ക് കൊള്ളില്ല. ഞാൻ നീ ഒരു ബുദ്ധിമാൻ തന്നെ. താങ്ക് യു. അപ്പൊ നമുക്കുള്ള ഗൈസ് വേൾഡ് 3 പോയേക്കാം. നിക്ക് ടോയ്സ് ഞാനുണ്ട്. എന്നും കൂടി കൊണ്ടോ ടോയ്സ്. ഞാൻ പോവാ. നീ പിന്നാലെ വന്നാ മതി. എന്താ ടോയ്സ് എന്നും കൂടി കൊണ്ടുപോയി.
ഗൈസ് അപ്പൊ ഷിൻചാൻ കരഞ്ഞോണ്ടിരിക്കാണ്. പക്ഷെ നമുക്കുള്ള ഗൈസ് വേൾഡ് 3 പോയേ പറ്റൂ. അപ്പൊ ഞാൻ എന്തായാലും പോവാൻ പോവാണ്. ലേറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ വേൾഡ് 3 എത്തിയിട്ടുണ്ട്. ഗൈസ് കണ്ടോ ഗൈസ്, ഇവിടെ മൊത്തം സ്കെൽട്ടൻസ് ആണ്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇവന്മാരെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല സൂടൊക്കെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ ഗൈസ് 150 ഡയമണ്ട് കൊടുക്കണേ നമുക്ക് മൂവ് സ്പീഡ് കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ പെറ്റ്സ് ലൂട്ട് അതിന് നമുക്ക് 350 ഡയമണ്ട് വേണല്ലേ. ഊന്നു ഗൈസ് അത് ഇത്തിരി പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗൈസ് ഇവിടെ കണ്ടോ സ്പൈഡർ, അതേപോലെ തന്നെ ബാറ്റ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്കുള്ള ഗൈസ് ഇവന്മാരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവരെ ഹെൽത്ത് കണ്ട ഗൈസ് 33 മില്യൺ ആണ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ന്യൂ ഗൈസ് ഇവന്മാർക്ക് നല്ല ഹെൽത്ത് ആണ്. അപ്പൊ നമുക്കുള്ള ഗൈസ് നല്ല സൂട് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ എന്തായാലും ഇവനെ ഒരുത്തനെ കൊല്ലാൻ പറ്റും നോക്കട്ടെ ഗൈസ്. ഒരുത്തനെങ്കിലും നമുക്ക് കൊല്ലാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ ഞാൻ അങ്ങനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് ബൈ. ഞാൻ പറയാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.